കേരളത്തിന് സീപ്ലെയിൻ റൂട്ടുകൾ അനുവദിച്ച കേന്ദ്ര സർക്കാർ 48 റൂട്ടുകൾ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ടെന്ന് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറയുന്നു. പദ്ധതിക്കായി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി പറഞ്ഞു. MG പ്രതീഷ് ചേരുന്നു ഈ നല്ല വാർത്തയുമായി തിരുവനന്തപുരത്ത്. പറയൂ പ്രതീഷ്, ശരിക്കും നേരിയ എതിർപ്പുകളൊക്കെ ഉണ്ടായെങ്കിലും ഒരു പക്ഷേ സീപ്ലെയിൻ റൂട്ടുകൾ വരുമ്പോൾ ഒരുപാട് ആളുകൾക്ക് നമ്മുടെ ടൂറിസം പ്രോജക്റ്റുകൾ പെട്ടെന്ന് സന്ദർശിക്കാൻ കാരണമാകും. ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളെയും വിദേശ വിനോദസഞ്ചാരികളെയും ഒക്കെ ആകർഷിക്കാൻ ഈ ഒരു തീരുമാനം സഹായകമാകും എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ ആളുകൾ എന്തിനേയും ആദ്യം എതിർക്കുന്ന ഒരു രീതി ഇതിലുണ്ടാകരുത് എന്നാണ് നമ്മുടെ പ്രതീക്ഷ. തീർച്ചയായും SKN സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ മാറ്റമുണ്ടാക്കാൻ പോകുന്ന ഒരു പദ്ധതിയാണ് സീപ്ലെയിൻ പദ്ധതി. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ പറക്കൽ ഈ കൊച്ചിയിൽ നിന്ന് മാട്ടുപ്പെട്ടി ഡാമിലേക്ക് നടത്തിയിരുന്നു. അതിന് പിന്നാലെ ചില എതിർപ്പുകളൊക്കെ തന്നെ ഉയർന്നിരുന്നു. മത്സ്യസമ്പത്തിനെ ബാധിക്കും, പരിസ്ഥിതിക്ക് ദോഷമുണ്ടാക്കും തുടങ്ങിയ എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും സീപ്ലെയിൻ പദ്ധതി യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്നുള്ള ഒരു സന്തോഷകരമായ വാർത്തയാണ് ഈ ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. കേരളത്തിന് സീപ്ലെയിൻ റൂട്ടുകൾ അനുവദിച്ചിരിക്കുന്നു. കേന്ദ്രം അക്കാര്യത്തിൽ ഒരു അനുകൂല നടപടി സ്വീകരിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 48 സീപ്ലെയിൻ റൂട്ടുകളാണ് കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത്. 4 എയർലൈൻസിനാണ് നിലവിൽ ഇത്തരത്തിൽ 48 റൂട്ടുകൾ അനുവദിച്ചിരിക്കുന്നത്. അധികം വൈകാതെ തന്നെ പദ്ധതി യാഥാർത്ഥ്യമാകും. ഈ പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യം ഉടൻ തന്നെ തയ്യാറാകും എന്നതാണ് ഈ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിച്ചിരിക്കുന്നത്. ബഡ്ജറ്റിൽ തന്നെ സീപ്ലെയിൻ പദ്ധതിക്ക് വേണ്ടി സർക്കാർ ഫണ്ട് മാറ്റിവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്ന പണികളാണ് ഇനി നടക്കാൻ പോകുന്നത്. അധികം വൈകാതെ തന്നെ ഈ പദ്ധതി യാഥാർത്ഥ്യമാവുകയും ഈ ടൂറിസം രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നതാണ് പ്രധാനമായും അറിയാൻ കഴിയുന്നത്. ഒപ്പം കേരളത്തിലെ ഡാമുകളെ ഉൾപ്പെടെ ബന്ധിപ്പിച്ചുകൊണ്ടായിരിക്കും ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആഭ്യന്തര ടൂറിസ്റ്റുകളെയും ഒപ്പം ഈ കേരളത്തിൽ നിന്ന് പുറത്ത് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള വിനോദസഞ്ചാരികളെയും ഈ പദ്ധതി ആകർഷിക്കും. അത് കേരളത്തിന് തന്നെ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് നിലവിൽ ടൂറിസം വകുപ്പ് പങ്കുവയ്ക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.